ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യ എന്ന ഭാഗത്ത് നിന്നുള്ള മുൻകാല ചോദ്യം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ലാൻഡ് ഡ്യൂറിംഗ് ദി മുഗൾ ഡേയ്സ്? ഓപ്ഷൻ എ കരോറി, ബി ജാഗർ, സി പരൗത്തി, ഡി ഇനാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഭൂമിയെ കുറിക്കാത്തത് ഏത്? ഭൂമിയെ സൂചിപ്പിക്കാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് നീങ്ങിയാലോ? ഉത്തരം ആൻസർ ഓപ്ഷൻ എ കരോറി ആണ്. കരോരി എന്നത് ഭൂമിയെ കുറിക്കുന്ന വാക്കല്ല, അതൊരു സിസ്റ്റമാണ്, ലാൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് കരോറി. കരോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാജാ തോഡർമാൽ ആണ്. ആരാണ് രാജാ തോഡർമാൽ? അക്ബർ, മുഗൾ രാജാവായിരുന്ന അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു രാജാ തോഡർമാൽ. അദ്ദേഹമാണ് കരോറി സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി എന്താണ് കരോറി സിസ്റ്റം? അക്ബറിന്റെ കീഴിലുള്ള എല്ലാ പർഗാനാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡിസ്ട്രിക്ട്സ്, ആ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ എല്ലാ ഫിസിക്കൽ യൂണിയൻസിനെയും മെഷർ ചെയ്യും, അളക്കും. അളന്നിട്ട് ഒരു കോടിയിൽ കൂടുതൽ വരുമാനമുള്ള ലാൻഡിനെ ഇവർ കണ്ടുപിടിക്കും, ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ ലാൻഡിനെ കറോറി എന്ന് പറയുന്ന ഒരു ഓഫീസറുടെ കീഴിലേക്ക് കൊണ്ടുവരും. ഇതാണ് കറോറി സിസ്റ്റം. ഈച്ച് പീസ് ഓഫ് ലാൻഡിനെ മെഷർ ചെയ്ത് ഒരു കോടിയിൽ കൂടുതൽ വരുമാനമുള്ള ലാൻഡ് തിരഞ്ഞെടുത്ത് അത് കരോരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓഫീസറുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് അവരുടെ നിയന്ത്രണത്തിലാക്കും. അതാണ് കരോരി സിസ്റ്റം. ബാക്കിയുള്ള 3 വാക്കുകളും ജാഗിർ, പരൗത്തി, ഇനാം, ഈ 3 വാക്കുകളും ഭൂമിയെ കുറിക്കുന്നതാണ്. ഇവയിലൂടെ ഒന്ന് നമുക്ക് പോകാം. ജാഗിർ എന്നാൽ സാലറിക്ക് പകരം ഒഫീഷ്യൽസിന് കൊടുത്തിരുന്ന ലാൻഡ് ഗ്രാൻഡ് ആണ് ജാഗർ. ഫ്യൂഡൽ ലാൻഡ് ഗ്രാൻഡ് ആണ്. ഇപ്പം ഒരു ഒഫീഷ്യൽ ആണ് ഞാൻ മുഗൾ എംപയറിലെങ്കിൽ എനിക്ക് സാലറിക്ക് പകരം ഒരു ഭൂമി ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ആ ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിലൂടെയാണ് എനിക്ക് എൻ്റെ സാലറി കിട്ടുന്നത്. അങ്ങനെയാണ് ജാഗിർ വർക്ക് ചെയ്യുന്നത്. ഈ ജാഗർ ആരുടെ പക്കലാണോ ഉള്ളത് അവരെ ജാഗിർദാർമാർ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, എൻ്റെ കയ്യിലാണ് ജാഗിർ ഉള്ളെങ്കിൽ ഞാനാണ് ആ ഭൂമിയുടെ ജാഗിർദാർ. അതാണ് ജാഗിർ. ഇനി പരൗത്തി എന്താണ്? പരൗത്തി അല്ലെങ്കിൽ പറാത്തി, ഇങ്ങനെ 2 പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മുഗൾ എംപയറിൽ ഭൂമിയെ 4 വിധത്തിലാണ് തരംതിരിച്ചിരുന്നത്. ഓക്കെ, 4 വിധത്തിൽ ഭൂമിയെ തരംതിരിച്ചിരുന്നു. 1 പരൗത്തി, 2 പൊളാജ്, 3 ചച്ചർ, 4 ബഞ്ചർ. ഓക്കെ, പരൗത്തി, പൊളാജ്, ചച്ചർ, ബഞ്ചർ. ഭൂമിയുടെ ഉൽപാദനക്ഷമത അനുസരിച്ചാണ് ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. പ്രൊഡക്ടിവിറ്റിനെ ബേസ് ചെയ്താണ് ലാൻഡിനെ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. പരൗത്തി എന്ന് പറയുന്ന ലാൻഡ് അവര് 1-2 വർഷം തരിശായിട്ടിടും. അതിന്റെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനായിട്ട് 1-2 വർഷം ഫാലോ ആക്കി ഇടുന്ന ലാൻഡാണ് പരൗത്തി. അതായത് കുറച്ചു കാലം കൃഷി ചെയ്യും, അതിനുശേഷം 1-2 വർഷം ഇവരെന്ത് ചെയ്യും? ആ ലാൻഡിനെ തരിശാക്കിയിടും. എന്നിട്ട് മാത്രമേ പിന്നീട് അതിനകത്ത് കൃഷി നടത്തുള്ളൂ. അങ്ങനത്തെ ലാൻഡാണ് പരൗത്തി. പൊളാജൊക്കെ എല്ലാ വർഷവും കൃഷി നടത്തുന്ന വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്. അങ്ങനെ പ്രൊഡക്ടിവിറ്റി കുറയുന്നതനുസരിച്ചാണ് ഇതിന്റെ കാറ്റഗറൈസേഷൻ വരുന്നത്. പരൗത്തി രണ്ടാമത്തെ ലാൻഡാണ്. ഓക്കെ, പൊളാജ്, പരൗത്തി, ചച്ചർ, ബഞ്ചർ. ബഞ്ചർ ഒക്കെ കംപ്ലീറ്റ്ലി ഫാലോ ലാൻഡാണ്. ഇനാം എന്തായിരുന്നു? ഇനാം മുഗൾ എംപയറിൽ ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന റിവാർഡുകളായിരുന്നു. അതായത് ഇപ്പം റിലീജിയസ് സ്കോളേഴ്സ്, ഒഫീഷ്യൽസ്, അങ്ങനെയുള്ളവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിരുന്ന ലാൻഡ് ഗ്രാൻഡ് ആണ് ഇനാം. ഈ ലാൻഡിന് ടാക്സ് ഉണ്ടായിരുന്നില്ല, ടാക്സ് എക്സംപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പോയിറ്റ്, സ്കോളേഴ്സ്, ഇവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ രാജാവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുറച്ച് ലാൻഡ് അങ്ങ് കൊടുക്കും. അതാണ് ഇനാം. അത് ടാക്സ് ഫ്രീ ലാൻഡും കൂടി ആയിരുന്നു. അതാണ്. ഓക്കെ, അപ്പൊ കറോറി വേറൊരു ലാൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ്. ജാഗർ, പരൗത്തി, ഇനാം, ഇതെല്ലാം ലാൻഡിനെ കുറിച്ച് പറയുന്നതാണ്. അടുത്ത ചോദ്യം, ഹു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റം നെയ്മഡ് ദഹ്സല? ഇൽത്തുമിഷ്, ഷേർഷാ, അക്ബർ, ഔറംഗസേബ്. ആരാണ് ദഹ്സല എന്ന ഭൂനികുതി സമ്പ്രദായം കൊണ്ടുവന്നത്? ഇൽത്തുമിഷ്, ഷേർഷാ, അക്ബർ, ഔറംഗസേബ്. നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ സി അക്ബർ ആണ്. ആക്ച്വലി അക്ബർ അല്ല ഡിസൈൻ ചെയ്തെടുത്തത്, അക്ബറിന്റെ കാലഘട്ടത്താണ് ദഹ്സല സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജാ തോഡർമാലാണ്. അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പം അക്ബറിന്റെ കാലഘട്ടത്ത് അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജാ തോഡർമാലാണ് ദഹ്സല സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദഹ്സല സിസ്റ്റം അറിയപ്പെടുന്ന വേറൊരു പേരാണ് സബ്തി സിസ്റ്റം. ഈ ദഹ്സല എന്ന് പറഞ്ഞാൽ ദസ് അല്ലെങ്കിൽ ദഹ് എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം.
ദസല സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു സ്ഥലം, അപ്പം ഇതാണ് ഒരു സ്ഥലം എ. ഓക്കെ, ഈ സ്ഥലത്ത് 10 വർഷം കൃഷി ചെയ്തതിന്റെ ആവറേജ് പ്രൊഡ്യൂസിന്റെ ആവറേജ് എടുക്കും. ഇവിടെ 10 വർഷം കൃഷി ചെയ്ത പ്രൊഡ്യൂസ് ഉണ്ടല്ലോ, അതിന്റെ ആവറേജ് എടുക്കും. ആവറേജ് എടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? നികുതി നിശ്ചയിക്കും. ഇതിൽ 1/3 ഭാഗം ആർക്കാണ്? സ്റ്റേറ്റിന് പോണം. ബീഗ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, ലാൻഡിന്റെ യൂണിറ്റ് ആണ് ബീഗ. ഒരു ബീഗ ലാൻഡിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അവര് നികുതി നിശ്ചയിച്ചിട്ട് അതിനകത്ത് 1/3 സ്റ്റേറ്റിന്റെ ഷെയർ ആയിട്ട് മാറ്റും. ബാക്കിയുള്ള 2/3 ആരുടെയിലാണ്? കർഷകൻ എടുക്കാം അത്. അപ്പൊ ഈ 2/3 അറിയപ്പെടുന്നത് ഖറജ് എന്നാണ്. അത് കർഷകന്റെ ഉള്ളതാണ് ഖറജ്. ഓക്കെ, പക്ഷെ ഈ 1/3 എന്ന് പറയുന്നത് സ്റ്റേറ്റ്, രാജാവിനുള്ളതാണ്, രാജ്യത്തിനുള്ളതാണ്. അത് അറിയപ്പെടുന്നത് മാൽ എന്ന പേരിലാണ്. ഇതാണ് ദസല സിസ്റ്റം. 10 ഇയർ ആണ് ദസല സിസ്റ്റത്തിന്റെ കണക്ക്. അതൊന്ന് നോക്കിയേക്കണേ, മാറത്തില്ല. അപ്പൊ 10 വർഷത്തെ അളവിന്റെ പ്രൊഡ്യൂസിന്റെ ആവറേജ് എടുത്തിട്ട് അതിൽ നിന്നാണ് ഇവർ ടാക്സ് ഫിക്സ് ചെയ്തിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ദഹസല. ദഹസാൽ എന്ന് പറഞ്ഞാൽ എന്താ? വർഷം. 10 വർഷം, ദഹസല അങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. തോഡർമാലാണ് ഡിസൈൻ ചെയ്തത് അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. ഓൾസോ നോൺ ആസ് സപ്തി സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദ ഫോളോയിങ് ബാറ്റിൽസ് വിച്ച് വൺ ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? യുദ്ധങ്ങളിൽ ഏതാണ് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ബാറ്റിൽ ഓഫ് ടെറൈൻ 1191, ഓപ്ഷൻ ബി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526, ഓപ്ഷൻ സി ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് 1760, ഓപ്ഷൻ ഡി ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി 1581. ഒന്നും കൂടി വായിക്കാം. ബാറ്റിൽ ഓഫ് ടെറൈൻ 1791, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526, ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് 1760, ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി 1581. ഇതിൽ ഏതാണ് തെറ്റ്? ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. തെറ്റ് ഏതാണെന്നാണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടിയാണ്. ഹൽദിഘട്ടി യുദ്ധം ഇവർ കൊടുത്തേക്കുന്ന വർഷം 1581 പക്ഷെ അത് തെറ്റാണ്. ശരിയായിട്ടുള്ള വർഷം 1576. ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി നടന്നത്? രജ്പുത് രാജാവായിട്ടുള്ള മഹാറാണ പ്രതാപും അക്ബറിന്റെ നേതൃത്വത്തിലുള്ള മുഗൾ ഫോഴ്സസും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അക്ബർ ഡയറക്ട്ലി വന്ന് ഫൈറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അക്ബറിന്റെ കമാൻഡർ ആയിരുന്നു രാജാ മാൻസിംഗ്. അക്ബറിന്റെ പടയിൽ ഒരുപാട് രജ്പുത്ത് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രാജാ തോഡർമാൽ, അതുപോലെ രാജാ മാൻസിംഗ്, ഇവരൊക്കെ രജ്പുത്ത് ആളുകൾ തന്നെയാണ്. അവർ അക്ബറിന്റെ കൂടെയാണ് നിന്നിരുന്നത്. അപ്പം ഈ രാജാ മാൻസിംഗ് ആണ് അക്ബറിന്റെ പടയെ നയിച്ചിരുന്നത്. മഹാറാണ പ്രതാപ് മേവാറിന്റെ രാജാവായിരുന്നു. ഇവര് തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. 1576 ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി നടക്കുന്നത്. എവിടെയാണ് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി അരങ്ങേറിയത്? ഹൽദിഘട്ടി പാസിൽ, രാജസ്ഥാനിലെ ഹൽദിഘട്ടി ചുരത്തിലാണ് യുദ്ധം നടന്നത്. ഈ ഒരു ബാറ്റിലിന് പ്രത്യേകിച്ച് ആരും ജയിച്ചൊന്നും ഇല്ലെങ്കിലും രജ്പുത് പവർ എത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അക്ബറിന്റെ പട എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുള്ള വലിയ പടയാണ്. പക്ഷെ രജ്പുത് ആർമി ചെറിയൊരു ആർമിയാണ്. അപ്പൊ ഈ ചെറിയ ആർമി ഇത്രയും വലിയ പടയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡിറ്റർമിനേഷനും അതുപോലെ അവരുടെ ആ ഒരു വാലർ എന്ന് പറയുന്നത് ചെറുതല്ല അല്ലെ. അപ്പൊ ആ ഒരു പവർ അക്ബറിന് മനസ്സിലാക്കി കൊടുത്ത ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ബാറ്റിൽ ഓഫ് ഹൽദിഘട്ടി 1576 അടുത്ത ചോദ്യം ഇതാണ്. ഇൻ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഖാനി സമൻ ബിക്കേം ദ ഹെഡ് ഓഫ്? ഓപ്ഷൻ എ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ ബി റിലീജിയസ് മാറ്റേഴ്സ്, ഓപ്ഷൻ സി റോയൽ ഹൗസ് ഹോൾഡ്, ഓപ്ഷൻ ഡി മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഖാനി സമൻ എന്തിന്റെ തലവനാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ് ഖാനി സമൻ എന്നറിയപ്പെടുന്നത്? അതാണ് ചോദ്യം. നികുതി ഭരണമാണോ, മതപരമായിട്ടുള്ള കാര്യങ്ങളാണോ, റോയൽ ഹൗസ് ഹോൾഡ് ആണോ, അതോ ആർമി മിലിറ്ററി ആയിട്ടുള്ള മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണോ? ഏതാണ് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി റോയൽ ഹൗസ് ഹോൾഡ് ആണ്. രാജാവിന്റെ അന്തപുരം, അതിന്റെ ഹെഡാണ് ഖാനി സമൻ. റോയൽ ഹൗസ് ഹോൾഡിന്റെ ഹെഡാണ് ഖാനി സമൻ. അങ്ങനെ നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് നെയിംസും എന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് നോക്കണേ. ഈ ദിവാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഡിപ്പാർട്ട്മെന്റിനെയാണ്. ദിവാനി വിസാരത്ത് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ് ആണ്. ഇതിനൊക്കെ ഹെഡ് ഉണ്ട്. ഈ ദിവാനി വിസാരത്ത് ഹെഡ് ചെയ്യുന്നത് വസീർ ആണ്. ഓക്കെ, വസീർ അക്ബറിന്റെ
അക്ബറിന്റെ എന്നല്ല, മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അപ്പൊ ദിവാനി വിസാരത്തെ ഹെഡ് ചെയ്യുന്നത് വസീർ. വസീർ ആണ് റവന്യൂ ആൻഡ് ഫിനാൻസ് നോക്കിയിരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വാക്യം കൂടി ഉൾപ്പെടുത്താഞ്ഞത്. ഓക്കെ, ദിവാനി വിസാരത്ത് റവന്യൂ ആൻഡ് ഫിനാൻസ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. നമ്മുടെ ഖാനി സമൻ റോയൽ ഹൗസ് ഹോൾഡിന്റെ ഹെഡാണ്. ദിവാനി അർസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ്. ദിവാനി ഇൻഷ ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ കസ്റ്റോഡിയൻ ആണ്. ഓക്കെ, ഗവൺമെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ആരുടെ കസ്റ്റഡിയിലായിരുന്നു? ദിവാനി ഇൻഷ എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. ദിവാനി ക്വാസ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി ബരിത് സ്പൈ സിസ്റ്റം ആണ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി ബരിത്. അപ്പോൾ ബരിദി മമാലിക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഈ ദിവാനി ബരിദിന്റെ ഹെഡിനെയാണ് പറയുന്നത്. ഓക്കെ, ദിവാനി വിസാരത്ത് റവന്യൂ ആൻഡ് ഫിനാൻസ് ആണ്. ദിവാനി അർസ് മിലിറ്ററി ആണ്. ദിവാനി ഇൻഷ കസ്റ്റോഡിയൻ ഓഫ് ഗവൺമെന്റ് പേപ്പേഴ്സ് ആണ്. ദിവാനി ക്വാസ എന്താണ്? ദിവാനി ക്വാസ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിവാനി ബരിത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ആണ്. ഓക്കെ, നമ്മുടെ ഖാനി സമൻ റോയൽ ഹൗസ് ഹോൾഡിന്റെ ഹെഡ് ആണ്. അടുത്ത ചോദ്യം, 2 statements are given below. First statement, Aurangzeb banished singing in his court. Statement 2, largest number of books on Indian classical music were written during Aurangzeb's reign. Consider the above statements. Which of the following is correct? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അക്ബർ തന്റെ സഭയിൽ സംഗീതം നിരോധിച്ചു, പാട്ട് പാടുന്നത് നിരോധിച്ചു. രണ്ടാമത്തത്, ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിലെ ഏറ്റവും കൂടുതൽ രചനകൾ ഉണ്ടായിട്ടുള്ളത് ഔറംഗസേബിന്റെ ഭരണകാലത്താണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ രണ്ടും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷെ ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, ആൻസർ ബോത്ത് 1 and 2 ആർ ട്രൂ എന്നുള്ളതാണ്. ഔറംഗസേബ് കുറച്ച് കൺസർവേറ്റീവ് ഇസ്ലാമിസ്റ്റ് റൂളറാണ്, അദ്ദേഹം കുറച്ച് ഓർത്തഡോക്സ് റൂളറാണ്. അതുകൊണ്ട് തന്നെ ഈ സിംഗിങ്, ഡാൻസിങ് പോലെയുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കോർട്ടിൽ നിരോധിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ റൈറ്റിംഗ്സ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ കോർട്ടിലാണ് നിരോധിച്ചിരുന്നത്, പക്ഷെ ഒരിക്കലും ഈ ആർട്ട് ഫോം വളരണമെന്നുണ്ടെങ്കിൽ രാജഭരണ കാലഘട്ടത്ത് ആർട്ട് ഫോംസ് വളരണമെന്നുണ്ടെങ്കിൽ രാജാവിന്റെ സപ്പോർട്ട് വേണം, അല്ലേ? അപ്പം ഇത്രയും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ കോർട്ടിൽ അത് നിരോധിച്ചിരുന്നു. അത് മാത്രമല്ല നിരോധിച്ചത്, ആൽക്കഹോളിന്റെ യൂസ് നിരോധിച്ചിരുന്നു, ഗാംബ്ലിംഗ് നിരോധിച്ചിരുന്നു. അങ്ങനെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ഔറംഗസേബൻ നമുക്ക് എന്ത് കാണാൻ കഴിയും? അദ്ദേഹത്തിന് ഒരു റിലീജിയസ് ഫനാറ്റിക് ആയിട്ടൊക്കെയാണ് ചരിത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് റിലീജിയസ് ഫനാറ്റിക് ഒന്നും അല്ല. അത്യാവശ്യം റിലീജിയസ് ടോളറൻസ് ഒക്കെ ഉള്ള ഒരു റൂളർ തന്നെ ആയിരുന്നു ഔറംഗസേബ്. ഹിസ്റ്ററിയിൽ വരുന്ന മിസ്റെപ്രസെന്റേഷൻസ് ഒക്കെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മതഭ്രാന്തനായിട്ട് ചിത്രീകരിക്കാൻ ഇടയാക്കിയത്. ഔറംഗസേബ് സ്വയം സ്വീകരിച്ച പേരാണ് ആലംഗീർ. ആലംഗീറിന്റെ അർത്ഥം വേൾഡ്സ് കോൺക്വറർ എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം മുഗൾ സിംഹാസനത്തിലേക്ക് വരുന്നത് 1658-ലാണ്. 1688-ലാണ് അദ്ദേഹം മുഗൾ സിംഹാസനത്തിലേറുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക് ലോ എൻഫോഴ്സ് ചെയ്യുന്നതിൽ അദ്ദേഹം കണിശക്കാരനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ കൺസർവേറ്റീവ് വ്യൂസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കോളേഴ്സിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. റീഇൻസ്റ്റേറ്റഡ് ജിസിയ. എന്താണ് ജിസിയ? ജിസിയ ഒരു ടാക്സ് ആണ്, ഒരു റിലീജിയസ് ടാക്സ് ആണ്. നോൺ മുസ്ലിംസിന് അടയ്ക്കേണ്ടി വരുന്ന ഒരു ടാക്സ് ആണ് ജിസിയ. അത് അക്ബർ ജിസിയ നിരോധിച്ചിരുന്നു, പക്ഷെ അത് ഔറംഗസേബ് തിരിച്ചു കൊണ്ടുവന്നു, ജിസിയ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇതൊക്കെയാണ്. അടുത്ത ചോദ്യം, facts relating to the Mughal administration of the medieval period. First statement, the first time in Indo-Islamic literature, the Aini-Akbari expounds the principles of taxation. Second statement, Akbar's ministry comprised 4 members: Wakil, Prime Minister; Wazir, Finance Minister; Mirbakshi, Minister in charge of Army and Administration; Sadr in charge of Religion and Charities. Practically all services, exception of the religious and judicial, were organized on a military basis and were controlled and paid by the military department. Fourth statement, the king was the fountainhead of all authority except judiciary and military.
ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 are correct. ഓപ്ഷൻ ബി 3 and 4 are correct. ഓപ്ഷൻ സി 1, 2, 3 are correct. ഓപ്ഷൻ ഡി 2, 3, 4 are correct. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരി? നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ. ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ആർ കറക്റ്റ് ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 4 ഒന്ന് നോക്കണം. സ്റ്റേറ്റ്മെന്റ് 4 ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 4 എന്തായിരുന്നു? The king was the fountainhead of all authority except judiciary and military. കിങ്ങിനെ ജുഡീഷ്യറിയും മിലിറ്ററിയും ഹെഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നോ? അല്ല. കിങ് ആണ് സുപ്രീം ഹെഡ്. കിങ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. കിങ് ആണ് സുപ്രീം അതോറിറ്റി. അപ്പൊ അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്ന തെറ്റ്. കിങ് വാസ് ഇൻഡീഡ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് ഓൾ അതോറിറ്റി. ജുഡീഷ്യറിയും മിലിറ്ററിയും മാത്രമല്ല, എല്ലാ അതോറിറ്റിയുടെയും ഹെഡ് കിങ് തന്നെ ആയിരുന്നു. പിന്നെ ഐനി അക്ബറി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞാൽ ഐനി അക്ബറി ആണ് ആദ്യമായിട്ട് ടാക്സേഷൻ പ്രിൻസിപ്പൾസിനെ കുറിച്ച് നമുക്ക് അറിവ് തന്ന പുസ്തകം. ഇൻഡോ ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, ഐനി അക്ബറി തന്നെയാണ്. ആരാണ് ഐനി അക്ബറി രചിച്ചത്? ഐനി അക്ബറി രചിച്ചത് അബുൽ ഫസൽ ആണ്. അക്ബറിന്റെ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അബുൽ ഫസൽ, അദ്ദേഹമാണ് ഐനി അക്ബർ രചിക്കുന്നത്. ആക്ച്വലി ഐനി അക്ബറി എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ പുസ്തകത്തിന്റെ 3-ാം പാർട്ടാണ്. അക്ബർനാമ എന്ന് പറഞ്ഞ അക്ബറിന്റെ ഒരു ബയോഗ്രഫി ഉണ്ട്. അതിന്റെ തേർഡ് പാർട്ടായിട്ടാണ് ഐനി അക്ബറി വരുന്നത്. ഇതിന്റെ 3 വോള്യം ആയിട്ടാണ് അക്ബർനാമ ഉള്ളത്. ആദ്യത്തെ വോള്യത്തില് അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അക്ബറിന് മുൻപ് ഭരിച്ചവരെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ വോള്യത്തിൽ അക്ബറിന്റെ ഭരണകാലത്തെ കുറിച്ച് പറയുന്നു. 3-ാമത്തെ വോള്യത്തിലാണ് ഐനി അക്ബറി വരുന്നത്. ഐനി അക്ബറി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അക്ബർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അക്ബറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അഡ്മിനിസ്ട്രേറ്റീവ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, ജോഗ്രഫിക്കൽ സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബൃഹത്തായിട്ട് ഐനി അക്ബറിയിലൂടെ നമുക്കറിയാം. ഐനി അക്ബറി എഴുതിയത് അബുൽ ഫസൽ ആണ്. ഓക്കെ, ഐനി അക്ബറി മാത്രമല്ല, അക്ബർനാമ രചിച്ചത് അബുൽ ഫസൽ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിലനിന്നിരുന്ന ടാക്സസിനെ കുറിച്ച് നമ്മൾ നോക്കണം. ഒന്ന് ജിസിയ ആണ്. ജിസിയ ഞാൻ പറഞ്ഞുവല്ലോ, നോൺ മുസ്ലിം സബ്ജക്ട്സിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ടാക്സ് ആണ് ജിസിയ. ഇത് അക്ബർ അബോളിഷ് ചെയ്തെങ്കിലും റീഇമ്പോസ് ചെയ്യുന്നു ഔറംഗസീബ് 1679-ൽ. പിന്നെ സക്കാത്ത് എന്താണ്? റിലീജിയസ് ടാക്സ് ആണ്. സക്കാത്ത് മുസ്ലിംസിന്റെ ടാക്സ് ആണ്. ജിസിയ നോൺ മുസ്ലിംസിനുള്ള ടാക്സ് ആണ്. സക്കാത്ത് മുസ്ലിംസിനുള്ള ടാക്സ് ആണ്. അതായത് അവർക്ക് എത്ര വെൽത്ത് ഉണ്ടോ, എത്ര സമ്പാദ്യം ഉണ്ടോ, അതിന്റെ 2.5% ടാക്സ് വന്നിരുന്നത്. ഓക്കെ, ആ ടാക്സ് ചാരിറ്റബിൾ പർപ്പസിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് മുസ്ലിംസ് സക്കാത്ത് എന്ന് പറഞ്ഞ രീതിയിൽ ചാരിറ്റി നടത്തുന്നുണ്ട്. അതുപോലെ റഹാദാരി എന്താണ്? ഒരു റോഡ് ടാക്സ് ആണ്. അതായത് ചില ഏരിയയിൽ കൂടി വ്യാപാരം നടത്തണം എന്നുണ്ടെങ്കിൽ, ഗുഡ്സ് കൊണ്ടുപോകണമെങ്കിലോ ട്രാവലേഴ്സിന് നടക്കണമെങ്കിലോ ഒക്കെ ചില ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. അതാണ് റഹാദാരി. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടേക്ക് അവേ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അക്ബറിന്റെ മിനിസ്ട്രിയിൽ 4 മെമ്പേഴ്സ് ആണുള്ളത്. വക്കീൽ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. വസീർ നമ്മൾ പറഞ്ഞു, ദിവാനി വിസാരത്തിന്റെ ഹെഡ് ആണ് വസീർ എന്താണ് ഡിപ്പാർട്ട്മെന്റ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഇനി മിർബക്ഷി മിനിസ്റ്റർ ഇൻചാർജ് ഓഫ് ആർമി ആൻഡ് അഡ്മിനിസ്ട്രേഷൻസ് ആണ്. ആർമി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? ദിവാനി അർസ് ആയിരുന്നു. ദിവാനി അർസിന്റെ ഹെഡാണ് മിർബക്ഷി. ഓക്കെ, ഇനി സദർ റിലീജിയൻ ആൻഡ് ചാരിറ്റി ആണ്. റിലീജിയൻ ആൻഡ് ചാരിറ്റി അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? ദിവാനി ഖാസി ആണ്. ഓക്കെ, ഖാസി മമാലിക് എന്നൊക്കെ പറയും ഹെഡിന് പേര്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ഇന്ന് ടേക്ക് അവേ ചെയ്യേണ്ടത്. ഈ ടാക്സുകളൊന്ന് നോക്കി വെക്കുക. അതുപോലെ ഐനി അക്ബറിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോകരുത്. അബുൽ ഫസൽ. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് there be paradise on earth, it is this, it is this, it is this. Words of Mughal Emperor Shah Jahan engraved in the walls of which palace? ഏത് കൊട്ടാരത്തിന്റെ വാൾസിലാണ് ഷാജഹാന്റെ ഈ വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്? ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അതിതാണ്. ഏത് ബിൽഡിംഗ് അല്ലെങ്കിൽ ഏത് പാലസിന്റെ വാളിലാണ്? ഓപ്ഷൻസ്: ദിവാനി ഖാസ് ഡൽഹി, ബി റെഡ് ഫോർട്ട് ഡൽഹി, സി താജ്മഹൽ, ഡി മോത്തി മസ്ജിദ് ആഗ്ര. ഈ ഏത് മോണുമെന്റിന്റെ വാളിലാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കൊത്തിവെച്ചിട്ടുള്ളത്? നമുക്ക് ആൻസറിലേക്ക് പോവാം.
ആൻസർ ദിവാനി കാസ് ഡൽഹിയാണ്. ഡൽഹിയിലുള്ള ദിവാനി കാസിന്റെ മതിലിലാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ദിവാനി കാസ് എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ് ആണ്. അതായത് വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഗസ്റ്റ്, ഫോറിൻ അംബാസിഡേഴ്സ്, കോർട്ടിയേഴ്സ് ഒക്കെ വന്നാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൈവറ്റ് ഏരിയ ആണ് ദിവാനി കാസ്. വളരെ അടിപൊളി ബിൽഡിംഗ് ആണ് ദിവാനി കാസ്. ഓക്കെ, വളരെ ഭംഗിയുള്ള സ്ട്രക്ചർ ആണ് ദിവാനി കാസ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് ലക്ഷൂറിയസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ബിൽഡിംഗ് ആണ് ദിവാനി കാസ് ഓർ ദി ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ്. അതിന് ഷാ മഹൽ എന്നും അറിയപ്പെടുന്നു. വളരെ എക്സ്ക്ലൂസീവും ഓർണേറ്റും ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ദിവാനി കാസ്. ഓക്കെ, ദിവാനി കാസ് ഇതാണ് ദിവാനി കാസിന്റെ ഒരു ഇത്. ദിവാനി കാസ് ഓർ ഹോൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർട്ട്സ് വാസ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് അക്ബേഴ്സ് റെയിൻ? അക്ബറിന്റെ കാലഘട്ടത്തിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടാത്ത ഫോർട്ട് ഏതാണ്? ഓപ്ഷൻ എ പുരാണ കില, ഓപ്ഷൻ ബി ആഗ്ര ഫോർട്ട്, ഓപ്ഷൻ സി ലാഹോർ ഫോർട്ട്, ഓപ്ഷൻ ഡി അലഹബാദ് ഫോർട്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ആൻസറിലേക്ക് നോക്കിയാലോ? പോവാം. ആൻസർ ഓപ്ഷൻ എ പുരാൺകില ആണ്. പുരാൺകില അക്ബറിന്റെ കാലഘട്ടത്തല്ല. പുരാൺകില കൺസ്ട്രക്ട് ചെയ്യുന്നത് ഷേർഷാ സൂരിയാണ്, അഫ്ഗാൻ റൂളർ ആയിട്ടുള്ള ഷേർഷാ സൂരി. ബാബറിന് ശേഷം ഹുമയൂൺ വരുന്നു. ഹുമയൂണിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് മുഗൾ ഡൈനാസ്റ്റിയുടെ റൂളിന് ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട് ഷേർഷാ സൂരി കുറച്ചധികം നാൾ ഭരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് പുരാൺ കില ബിൽഡ് ചെയ്യുന്നത് ഇദ്ദേഹം. പുരാൺ കില എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫോർട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതിന്റെ റെമനൻസ് മാത്രമേ ഉള്ളൂ. വലുതായിട്ടൊരു മോണ്യുമെന്റ് എന്നുള്ള രീതിയിലില്ല. വളരെ റെമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് പുരാൺ കിലയുടെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിലാണ് പുരാൺ കില കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഷേർഷാ സൂരി മരിക്കുന്നു. പിന്നെ സൂരി ഡൈനാസ്റ്റി അങ്ങോട്ട് വളരുന്നൊന്നുമില്ല. പിന്നീട് മുഗൾ ഡൈനാസ്റ്റി തന്നെ വരുന്നു. ഹുമയൂൺ തോൽപ്പിച്ച് സൂരി ഡൈനാസ്റ്റിനെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നു. അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നീട് മുഗൾ ഡൈനാസ്റ്റി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ബാബർ കഴിഞ്ഞിട്ട് ഹുമയൂണിന്റെ ഒരു ബ്രേക്ക്, ഹുമയൂൺ കുറച്ചു കാലം ഭരിക്കുന്നു, പിന്നെ ഒരു ബ്രേക്ക് വരുന്നു ഷേർഷാസൂരി. ഷേർഷാസൂരിക്ക് ശേഷം പിന്നെയും ഹുമയൂൺ വരുന്നുണ്ട്. അതിനുശേഷം അക്ബറിന് ശേഷം ജഹാംഗീറിന് ശേഷം ഷാജഹാന് ശേഷം ഔറംഗസേബ്. പിന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് ഒന്നും ഇല്ല. അവസാനത്തെ നമ്മൾ 1857 റിവോൾട്ടിൽ കാണുന്ന ബഹദൂർ ഷാ സഫറോടുകൂടി മുഗൾ രാജവംശം അവിടെ അവസാനിക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പൊ ബാക്കിയുള്ള ഫോർട്ടുകളൊക്കെ അക്ബറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആഗ്ര ഫോർട്ട് അക്ബർ കൺസ്ട്രക്ട് ചെയ്യുന്നത് 1565-1573 ആ ഒരു കാലഘട്ടത്തിലാണ്. ലാഹോർ ഫോർട്ട് അദ്ദേഹം റെനോവേറ്റ് ചെയ്യുന്നു, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അലഹബാദ് ഫോർട്ടും അദ്ദേഹം തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണിക്കാരാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അക്ബറാണ് ഫണ്ട് ചെയ്യുന്നത്. അക്ബർ ഇൻ 1583. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മുഗളല്ല, മോസ്റ്റ്ലി മുഗൾ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മിഡീവൽ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ റീസെന്റ് ട്രെൻഡ് ആണ് മിഡീവൽ ഇന്ത്യയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ട്. അതൊരു റീസെന്റ് ട്രെൻഡ് ആണ്. പണ്ട് അധികം അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ചോദിച്ച് കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ സിലബസിൽ മിഡീവൽ ഇന്ത്യ എന്ന് സിഗ്നിഫൈ ചെയ്തിടത്തോളം കാലം നമ്മൾ മിഡീവൽ ഇന്ത്യ കടന്നു പോയേ പറ്റൂ, പഠിക്കണം. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്, ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി എക്സാം ഒക്കെ അടുക്കുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യണേ. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. താങ്ക് യു.